സമോ എന്റെ മുട്ട ബജി ഉണ്ടായിരുന്നു. എല്ലാരും ഇരിക്കട്ടോ. എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കൂല. അങ്ങനെ വേറെ ആൾക്കാരുണ്ട്. നിസാമിന്റെ മുട്ട ബജി കഴിച്ചില്ലേ? എന്താ അഭിപ്രായം? അവൻ ഒറ്റക്കാണ് വന്നത്. മോൺസ്റ്റർ. ഒരു നോമ്പ് വെച്ചപ്പോ ഇവിടെ തലവേനായി ചുക്കാപ്പിയായി. അള്ളാവേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ കരീം. അപ്പൊ ഇന്ന് ദുബായിലെ ഫസ്റ്റ് നോമ്പാണ്. ദുബായിൽ എന്നല്ല, UAE ഇന്നാണ് റമദാൻ ആരംഭം. 4ാമത്തെ നോമ്പാണ് ഫാമിലിന്റെ കൂടെ അല്ലാണ്ട് ഇവിടെ പ്രവാസ ജീവിതത്തില്. സത്യം പറഞ്ഞാല് അന്ന് ഭയങ്കര രസമായിരുന്നു. ഉമ്മാന്റെ പത്തിരിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതുവരെ പിന്നെ ഒരു നോമ്പ് നോക്കാനുള്ള അല്ലെങ്കിൽ ഫാമിലിന്റെ കൂടെ ഒരു നോമ്പ് എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് വരും കാലത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പൊ എന്താ പറയാ, ആദ്യം തന്നെ പറയാനുള്ളത്, എന്റെ ഭാഗത്തുനിന്ന് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത് കാണുന്ന എല്ലാവരും അത് ക്ഷമിക്കണം. കാരണം വാക്കുകൊണ്ട് നമ്മൾ കളിയാക്കാൻ വേണ്ടിയിട്ടോ തമാശക്കോ ചിലപ്പോ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് അവർക്ക് ഹേർട്ടായിട്ടുണ്ടാവും. പ്രവൃത്തി കൊണ്ടും ചിലപ്പോ ഉണ്ടായി കാണാൻ എനിക്കറിയില്ല, ചിലപ്പോ അറിഞ്ഞോ അറിയാതെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഈ വീഡിയോ മുൻനിർത്തി അതെല്ലാം എനിക്ക് ക്ഷമിച്ച് നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ എന്നെ ഉൾപ്പെടുത്തുക. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ നോമ്പായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെ, ഒരു ഭയങ്കര ശാന്തി സമാധാനമൊക്കെ ഉള്ള ഒരു മാസമാണ് റമദാൻ. ഇപ്പോ പ്രത്യേകിച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ 9 to 3 നമുക്ക് വർക്ക് ഉണ്ടാവുള്ളൂ. നല്ല തണുപ്പാണ്. നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ നാട്ടില് ചൂടാണ്. അതേപോലെ വർക്ക് ടൈമിലൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ലല്ലോ. ഞാൻ ഓഫീസിൽ പോണത്, ഓഫീസിൽ എന്തായാലും ഞാൻ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാവും. വൈകുന്നേരം റൂമിലെത്തുമ്പോൾ എന്ത് ചെയ്യുക, റൂമത്തെ വൈബും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല രസമാണ്. എല്ലാവരും കൂടിയിട്ട് മറ്റേ എന്തെങ്കിലും എണ്ണക്കടികൾ ഉണ്ടാക്കുക, കാര്യങ്ങള്. നോമ്പിന്റെ ഒരു വൈബ് വേറെ തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. ഓഫീസിലെത്തിയതും നമ്മൾ വെള്ളക്കുപ്പിനോട് വിട പറഞ്ഞു. ഞാൻ ഇതിലത്തെ വെള്ളമൊക്കെ എടുത്തിട്ട് ഒഴിവാക്കി. കാരണം ഞാൻ അഥവാ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ദപ്പിൽ ഞാൻ ചിലപ്പോൾ എടുത്ത് കുടിക്കും. നോമ്പായതും ഒരു ലോഡ് ഈത്തപ്പഴം നമ്മൾ ഇറക്കി കേട്ടോ. കണ്ടോ, ഒരു പെട്ടി ഈത്തപ്പഴം, ജ്യൂസ്, എന്തൊക്കെ ഐറ്റംസ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. തകൃതിയായി ഇവിടെ പണി കണ്ടോ. ജസീൽ മയ്യേരിയുടെ കീഴിലാണ് നമ്മളെ ഫ്രൂട്ട്സ് അരിയൽ നടക്കുന്നത് കേട്ടോ. അല്ലാശിക്കേ, എന്തായി ഡയറ്റിന്റെ കാര്യം? അല്ല, ഇതാണ് ഇപ്പൊ എന്റെ മെനു. ഓക്കെ. അപ്പൊ April 5 ഗൈസ് ചെക്കന് 6 പാക്ക് ആക്കുന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ പരിശ്രമത്തിലാണ്. ഇതൊക്കെ ഉണ്ട് ഇപ്പൊ എന്റെ നോമ്പറക്കുമ്പോള്ള ഇത്. തിന്നാതെ പട്ടിണി നടന്നേ. പറഞ്ഞു പോയില്ലേ പറഞ്ഞേ മാറ്റിട്ട് അതിനെ മാറ്റിയനെ. അപ്പൊ ഒരു വത്തക്കരിയാൻ വരെ പറ്റൂലെന്ന് പറയണേ. കണ്ടോ അരി കണ്ടോ? എത്തണുള്ളൂ. വർക്കാണ്. കൈ നോക്ക് DIP മറ്റേ ബംഗാളികൾ വിൽക്കാൻ വെക്കും. പോണ് ആ വത്തക്കന്റെ ചൊറുക്ക് നോക്ക്. ഏതരിയല് പണിക്ക് അല്ലേ? പണിക്ക് പറ്റൂല ചെക്കനെ. പ്രൊഫഷണൽ ആട്ടോ. ഞാൻ ടേബിളിൽ ഇരിക്കാട്ടോ. ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഇരിക്കണില്ല. പറ്റില്ല. അങ്ങനെ ഒരു ഇത് പറ്റില്ല കേട്ടോ. കൂട്ടത്തിലുള്ള പരിപാടി അവിടെ ഉള്ളു കേട്ടോ. മുട്ട ബജി എന്ത് ഒന്നുകൂടി പറഞ്ഞ നിസാമിന്റെ മുട്ട ബജിയാണോ? സമോ എന്റെ മുട്ട ബജി ഉണ്ടായിരുന്നു. എന്താണ് റമദാനായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ സംസാരിക്കും മൂത്തൊരാൾ എന്നുള്ള രീതിയിൽ റമദാന്റെ ഒരു മഹത്വവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് വത്തക്കന്റെ കാര്യല്ലേ മൂത്തിട്ടില്ലാറ്. ഇത് നല്ല മൂത്തുക്കള്.
സൂപ്പർ വിരിച്ചിട്ടുണ്ട് നമ്മള് ഇതൊക്കെ നിരത്തി ടൈമേ ഇതില് അറിയാലോ എന്ത് എല്ലാത്തിനേ എല്ലാം ഇങ്ങനെ നീക്കി വെക്കാൻ പറ്റും. അല്ലാ മാഷാ അല്ലാ. സായിക്കിന്റെ അല്ല, ഫാസിലിന്റെ, സെബീബിന്റെ, അൻഫാസിന്റെ ദുബായിത്തെ ആദ്യാണല്ലേ? ഓക്കെ ഓക്കെ. ഇതന്നെ ഒരു സന്തോഷ സമാധാനമുള്ള സംഭവം. എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ഇതാക്കുക. റൈമ നോക്കി ഏതാ ആക്റ്റീവ് റൈമൊക്കെ പറയണ കേക്കിട്ട്. കാരണം കൊറേ കാലത്തിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയണേ. അതെ 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 അതെ. ഫാസിലൊക്കെ നോക്കി എന്താ ആക്റ്റീവ്. എടാ ഇതൊക്കെ ബാക്കിയുള്ളവർക്ക് മാതൃകയാണ്. നമ്മളിത് ബാക്കിയുള്ളവരെ കാണിച്ച് ഇതേപോലെ എല്ലായിടത്തും ഒരു സമത്വം സന്തോഷം ഉണ്ടാവണം. തായിക്കേ അത്ര ഒരു ഷോപ്പ് നടത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. എന്ത് അതാണല്ലേ അരിഞ്ഞു തള്ളുക പറയണേട്ടതാണ്. ഇവിടെ വെട്ടാണ്. അല്ല എനിക്ക് ഇന്നീ കൂട്ടി 17 ഉള്ളൂ. ഇല്ല എന്നെ കൂടി ഇല്ല. തന്നെ കൂട്ടിയിട്ടില്ല, കൂട്ടാതെ 17. 18 ഉണ്ടോ? 18 19 അയ്യവ ഏതിലെ കൂടുതലുള്ള അവിടെ എന്താ വെച്ചാല് എല്ലാരും ഇരിക്കട്ടോ. എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കൂല. അങ്ങനെ വേറെ ആൾക്കാരുണ്ട്. അവനാൻ ചെയ്യും. കാരൊക്കെ എടുത്തിട്ട് എടാ എല്ലാം പണി കഴിഞ്ഞില്ലേ? വേസ്റ്റ് ഒക്കെ സോയിലിലേക്ക് കൊടുക്കട്ടെ. വേസ്റ്റ് ഒക്കെ സോയിലിനോട് പറയും എടുത്തേക്കും. കൊണ്ടിട നീ ഇരുന്നോളിട്ടോ. അല്ലാ ജസീലിന്റെ അടുത്താണല്ലോ പടച്ചോനെ പെട്ടിക്കണത്. അപ്പുറത്തെ സ്ഥലം ഉണ്ടോ? ബാങ്ക് കൊടുത്ത് വരി. ഈ കൊല്ലത്തെ റമദാൻ മാസത്തിലെ ആദ്യത്തെ നോമ്പ് തുറ അല്ലേ? ഒരു ഗ്ലാസിന്റെ മേലെ ജ്യൂസ് ആരും എടുക്കുന്നില്ല. ഞാൻ നോട്ട് ചെയ്യും കേട്ടോ. എല്ലാം CCTV റെക്കോർഡിംഗ്. നിസാം ജ്യൂസ് കൊടുത്തോളൂ. മുപ്പര വേണ്ട രീതിയിൽ പരിഗണിക്കട്ടോ. മെയിൻ ഐറ്റം നിസാമുന്റെ മുട്ട ബജി ട്രൈ ചെയ്യണേ. എല്ലാരും നിസാമിന്റെ മുട്ടാജി കഴിച്ചില്ലേ? എന്താ അഭിപ്രായം? ഞാൻ കഴിച്ചില്ല. ടേസ്റ്റ് എന്താ ചോദിച്ചാ? നിസാമു അടിക്കുന്നു കോപ്പ നമ്പർ 5. നിസാമും ടീമും ഇപ്പോഴും നീച്ചില്ല കേട്ടോ. കാരണമാരല്ലേ. ജ്യൂസ് ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് കൂടി. ആഫ്സലേ ഒന്ന് കലക്കി പോരൂ. കോപ്പ നമ്പർ എത്രയാണ്? 3. അവൻ ഒറ്റക്കാണ് വന്നത്. മോൺസ്റ്റർ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഈ വൈകിയ വേളയിൽ ചോദിക്കുന്നത് ശരിയാണോന്ന് അറിയില്ല. ഫുഡ് എന്താ? ഫുഡ് ചപ്പാത്തി, ഞാൻ ചപ്പാത്തി, ചാർക്കോള്, പിന്നെ നല്ല മട്ടൻ കറി. ചെക്കനെ അത് പറയുമ്പോ ഓന്റെ ഒരു ഉത്സാഹം നോക്കിയാ. സ്പെഷ്യൽ ഉണ്ടാക്കി. എന്താണ്? ഇവര് രണ്ടാളും ഡയറ്റിംഗ് ടീമാണ് ഗൈസ് ഇവിടുത്തെ. പറയടാ പറടാ പറടാ. ഫിലിപ്പിനോ പഴാളി. ഫുഡ് കഴിക്കൂലാണോ? നിന്റെ കാര്യത്തിൽ ശ്രദ്ധ നിസാമ വേറെ ഓൻ ഡയറ്റ് പറഞ്ഞ കറക്റ്റ് ടൈമിൽ തുടങ്ങും ചെയ്തു. അതേമാതിരി മൈൻഡ് ചെയ്ത് പോണ്ട്. ചിലവര് ഞാൻ അടുത്ത ആഴ്ച ഡയറ്റ് ആണ്, 2 ദിവസം ഇങ്ങനെ ഡയറ്റ് ആണ്. വീട്ടിലെ പറ്റീന്നത് അല്ല. ഏപ്രിൽ 5 ബർത്ത്ഡേ, ഏപ്രിൽ 6 1-2 ദിവസം പോട്ടെ. അൺബോക്സിംഗ് അന്ന് നമ്മൾ തന്നെ അൺബോക്സ് ചെയ്യും ഗൈസ്. എന്നിട്ട് നമ്മള് നോക്കും 6 പാക്ക്.
അതെ, അന്ന് ഈ പരിപാടി ഒന്നും മടക്കുത്തിയ പരിപാടി ഒന്നും അന്ന് നടക്കൂല. ഉറപ്പണാശിക്കേ സത്താർക്കാന്റെ വക ഗൈസ്. നമ്മളെ റൂമിലെ എന്താ പറയാ, നമ്മുടെ ഇമാമ് നമ്മളെ എല്ലാ കാര്യങ്ങളും. അതല്ല, ഞാൻ മൂപ്പരെ പറ്റിയല്ലേ പറയണേ. തലവേദനക്കുള്ളതാണ് എനിക്ക്. മധുരണ്ട്, നല്ല മധുരണ്ട്. മധുരണ്ടാ, മധുരണ്ട്. ഒരു നോമ്പ് വെച്ചപ്പോ ഇവിടെ തലവേദനയായി, ചുക്കാപ്പിയായി. അള്ളാവേ, നമ്മളെ എന്താ പറയാ, ഇതാണ് നമ്മളെ നാട്ടിന്ന് കൊറേ ഹോട്ടലുകളുണ്ട് ഓൻ പോണത്. നമ്മളത് പറയാ. അല്ലേ, ആരിഫ് വരെ നോമ്പെടുക്കാൻ തുടങ്ങി നമ്മളെ പാതയിൽ ചേർന്നിട്ട്. അതാണ് നമുക്ക് ഉണ്ടായ, പ്രവാസി ആയതുകൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു മാറ്റങ്ങളെ ഞാൻ പറയുന്നത്. നാട്ടിലെങ്ങനെയായിരുന്നു, എല്ലാ ഹോട്ടലും മുഴുവൻ കേറി നിരങ്ങി അങ്ങനെയൊക്കെ ഇരുന്നല്ലേ. ഇപ്പൊ ചുക്കാപ്പി പിടിക്കുക, തലവേദന, എന്നാലും നോമ്പ് ഒഴിവാക്കില്ല. മാഷാ അല്ലാഹ്. പോയിട്ടാണ് കഴിച്ചിരുന്നത്. ഇവര് രണ്ടാളും ഒരു പഞ്ചായത്തിലാട്ടോ, കൊപ്പം. കക്ക് നമ്മളെ രണ്ടാൾക്കാര് വരാത്തോലുണ്ടാവും, ഓൽക്ക് എടുത്തുവെച്ചാണ്. ആശിക്ക, ഇപ്പൊ ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. ഇന്ന് പോലും നമ്മളെ കോഴിക്കോടുള്ള ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം, കുറച്ചു മുന്നേ തിരുവനന്തപുരത്ത് ന്യൂസ്. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളെ നാടിനെ കുറിച്ച് പേടിയാണ്, നാട്ടിൽ പോകാൻ വരെ പേടിയാണ് ഗൈസ്. സത്യം പറഞ്ഞാല് എന്താ പറയാ, നമ്മൾ ഇവിടുന്ന് നിങ്ങളവിടെ ഉള്ള പല പല കാര്യങ്ങളും ന്യൂസും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ മൊത്തം ഇങ്ങനെ കേരളത്തിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ആവുന്ന കാര്യങ്ങൾ മൊത്തം ഇങ്ങനത്തെ ന്യൂസുകളാണ്. അപ്പൊ എന്താ പറയാ, നമ്മളെ നാടിനെ പറ്റിയിട്ട് ഒരു പേടി പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ മുന്നേ ഒരാൾ പറഞ്ഞിട്ട്, ചെറിയ കുട്ടി ചോദിക്കണായിട്ട്, ചെറുപ്പത്തില് നിങ്ങളൊക്കെ എങ്ങനെ സമയം കളഞ്ഞിരുന്നത്, ചെറുപ്പത്തിലെ കാലൊക്കെ ഉണ്ടായിരുന്നില്ലേ. പക്ഷെ ഇപ്പൊ ഉള്ള സമൂഹം എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നിനും കഞ്ചാവിനും കള്ളിനും ഒക്കെ ഉണ്ട്. എന്താ പറയാ, ഉമ്മാനെ വരെ കൊല്ലാന്നൊക്കെ പറയുന്നത്. അപ്പൊ ഗൈസ്, നിങ്ങള് ഇത് ഒരു സീരിയസ് ആയിട്ട് നമ്മളെ വീഡിയോസ് കാണുന്ന കുട്ടികളുണ്ടാവും, കുറെ ആളുകളുണ്ടാവും. അപ്പൊ ഓല് ഇത് കറക്റ്റ് കാര്യമായിട്ട് എടുക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവിടുന്ന് ന്യൂസ് കേൾക്കണ മുഴുവൻ ഇങ്ങനത്തെ ഒരു കഴിഞ്ഞ 1-2 മാസമായിട്ട് ഇതന്നെ പിടിച്ചു അതിന്റെ അടിയിലേ ഞാൻ സീരിയസ് ആയിട്ട് പറയുമ്പോ അപ്പൊ കുറെ നല്ല ആളുകളുണ്ട്, നല്ല കുട്ടികളുണ്ട്, നല്ല രീതിക്ക് പോണ, ഇപ്പൊ തന്നെ എന്താ പറയാ ജോബും അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയ കുറെ 2K കിഡ്സ് ഉണ്ട്. 2K കിഡ്സ് എന്ന് പറയുമ്പോ അതിലെല്ലാരും പെടുകയാണ്. അപ്പൊ അതില് 1, 2, 3 കുറച്ച് ആളുകൾ കാണിച്ചതിന്റെ ഒരു ഇതിന്റെ പേരില് എല്ലാരെയും ക്രൂശിക്കുന്നത് ശരിയല്ല. പക്ഷെ നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോ, അതേപോലെ പാരന്റ്സ് മക്കളുടെ ഫ്രണ്ട് സർക്കിൾ, അതായത് ഓല ഏത് രീതിയൊക്കെയാണ് പോണത് ജസ്റ്റ് നോക്കിയാൽ തീരാവുന്ന പ്രശ്നം ഒരു പരിധി വരെ ഉള്ളൂ. അപ്പൊ ഉള്ള സമയം എന്താ പറയാ, നല്ല ഫ്രണ്ട്സിന്റെ കൂടെ നല്ല ടൈമുകൾ എൻജോയ് ചെയ്യുക. അങ്ങനെ എന്താ പറയാ, പാരന്റ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ പഠിച്ച് കുറെ എന്താ പറയുക ലൈഫിൽ എന്തെങ്കിലും ആവാൻ നോക്കുക. നമ്മളെ ഇതുവരെ ഒരു നോക്കിന് തിരിച്ചു നമ്മൾ അതേപോലെ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ശ്രദ്ധിച്ചാല് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഈ ചെറിയ ഇപ്പൊ ഇന്നത്തെ കാലത്തെ ഇപ്പോഴുള്ള നിങ്ങളെ സമയത്തെ ഈ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവരെ ഈ തല്ലാനും മറ്റതിനൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 1-2 കൊല്ലം കഴിയുമ്പോഴേക്കും ഓലൊക്കെ പല പല റൂട്ടിലായി മാറും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ നന്നാക്കാം. തിന്നണെങ്കിൽ തിന്നാ പോലെ എന്തിനാ ഒച്ചുണ്ടാക്കി തിന്നണ് അല്ലേ? കൊള്ളാവോ? അതാണ് ചിക്കന്റെ ഒക്കെ ഫ്ലേവറേ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലേ? എടുത്തു പറയണ്ട, ക്ഷമ നശിച്ചു. ഓക്കെ, ബൈ. നാളെ രാവിലേക്കൊക്കെ പെൽച്ചക്ക് മുരിങ്ങാക്കോലും കറി കഴിക്കാറല്ലേ? നോമ്പും മുരിങ്ങാക്കോറി കോമ്പിനേഷൻ അങ്ങോട്ട് ശരിയാവില്ലല്ലോ. നോക്കൂ ചിക്കന്റെ കറിന്റെ കളറും. ഓ ഏനടേ കഴിച്ചിട്ട് ചാർക്കോൾ കറിയാണ്. ആണോ? ചെക്കൻ നോക്കിയും ഗൈസ്. അശിക്കാച്ചി കഴിച്ചട്ടോ വല്ലതും അല്ലെ അസുഖം വരും. ഒരു ചപ്പാത്തി മാത്രമാണ് തിന്നണത്. നമ്മളിനി ക്രിക്കറ്റ് ഉണ്ട് ഗൈസ്. നോമ്പായി കഴിഞ്ഞാൽ നമ്മള് രാത്രി പിന്നെ ക്രിക്കറ്റാ. ഇനിയിപ്പോ ക്രിക്കറ്റ് പോകും. പെട്ടെന്ന് കഴിച്ചിട്ട് നീ തറാവിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം കളിക്കാൻ. എന്ത് കളിയൊക്കെ കഴിക്കലൊക്കെ തറാവിട്ടാ ഖുർആൻ ഓതാനുണ്ട്. ഒരു പോയിന്റ് കൂടുതലല്ലേ അവന്.